ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. നമ്മുടെ സെറ്റ് എക്സാം കഴിഞ്ഞു. ഒരുപാട് പേര് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈസി ആയിരുന്നു, കുറച്ച് പേർക്ക് ടഫ് ആയിരുന്നു. ജനറൽ പേപ്പർ കിട്ടും പക്ഷെ സബ്ജക്ട് കിട്ടില്ല, സബ്ജക്ട് കിട്ടും ജനറൽ പേപ്പർ കിട്ടില്ല. അങ്ങനെ പല രീതിയിലുള്ള ആശങ്കകളും കുഴപ്പങ്ങളൊക്കെ ആയിട്ടാണ് പല സ്റ്റുഡൻസും നിൽക്കുന്നത്. അപ്പൊ എന്തായാലും പാസ്സാവും എന്ന് ഉറപ്പുള്ളവർക്ക് അടിപൊളി കൺഗ്രാറ്റുലേഷൻ. കാരണം അത് കഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു മാർക്കാണ് അല്ലെ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇനി ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് കടക്കുക. അതായത് ഇപ്പൊ സെറ്റ് എക്സാം ക്വാളിഫൈഡ് ആയി, അതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്താണോ നിങ്ങളുടെ ഒരു അംബീഷൻ ഉണ്ടാവുമല്ലോ, HSST ടീച്ചർ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാംസ് ക്രാക്ക് ചെയ്യണം എന്നുള്ളതാണോ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിലോട്ട് കടക്കുക. അല്ലാതെ സെറ്റ് ക്വാളിഫൈഡ് ആയി ഇനിയിപ്പോ വേറെ ഒന്നും പഠിക്കണ്ട എന്നൊരു രീതിയിൽ ഒരിക്കലും ചിന്തിക്കരുത്. ഇനി എന്താണോ അടുത്ത നിങ്ങളുടെ ലക്ഷ്യം അതിലോട്ട് കടക്കുക. ഇനി ക്വാളിഫൈഡ് ആയില്ല എന്ന് പറയുന്നവര് ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ നിങ്ങൾ അടുത്ത സെറ്റ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം ഞാൻ ഇന്ന് അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന എക്സാം, അതായത് ഫെബ്രുവരി 22 നടന്ന എക്സാമില് പാറ്റേണിലും അതുപോലെ ക്വസ്റ്റ്യൻസിനും ചെറിയൊരു വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ സെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു 60% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 60% നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിലാണ്. ഇപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. കറണ്ട് അഫയേഴ്സ് എല്ലാം അപ്ഡേഷൻ ആണ്, ഓരോന്നും അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കണം. അല്ലാതെ ഇപ്പോൾ യൂണിറ്റ് 4, 5, 6, അതായത് ഞാൻ മെയിൻലി എടുക്കുന്ന മൊഡ്യൂൾസ് ആണ് യൂണിറ്റ് 4, 5, 6 എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു യൂണിറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 60% കിട്ടും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നോക്കേണ്ട രീതിയിൽ നോക്കണം. കാരണം ചുമ്മാ ക്വസ്റ്റ്യൻസ് നോക്കി പോണ പോലെയല്ല, അതിന്റെ ഓപ്ഷൻസും കൂടെ നോക്കി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു 60% ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ എന്തായാലും സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളവരും അതുപോലെ ആദ്യമായിട്ട് സെറ്റ് എക്സാം ഇനി അടുത്ത എക്സാം നോക്കണം എന്ന് വിചാരിക്കുന്നവർക്കും ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇനി എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഓക്കെ, ഇനി എങ്ങനെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ജൂണിലാണ് എക്സാം വരുന്നത് അല്ലെ. ജൂണിൽ എക്സാം എന്ന് പറഞ്ഞാൽ ഇനി ജൂണിലല്ലേ വരുള്ളൂ എന്നല്ല, ജൂണിൽ തന്നെ എക്സാം വരും. അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട്. ജൂണിലല്ലേ എന്ന് വിചാരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി എത്ര മാസം തന്നെ ഉണ്ട്. ഇപ്പൊ ഫെബ്രുവരി കഴിയാറായി. ഫെബ്രുവരി 4 ദിവസം കൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ ഫെബ്രുവരി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ, മെയ്, അങ്ങനെ 3 മാസമേ നമ്മുടെ കയ്യിലുള്ളൂ. സോ ഈ 3 മാസത്തിൽ പഠിക്കാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ, ഇത് ഇന്നലെ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 5-6 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ചൂട് ഇന്ന് തന്നെ വരും. ഓക്കെ, പഠിക്കേണ്ട ചൂട് ഇന്ന് തന്നെ വരും. ഞാൻ ആ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. The test which can be most appropriate for measuring the creativity of a student. അതായത് സാധാരണയായിട്ടും ഇപ്പൊ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ സ്റ്റെപ്സും അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് the test which can be most appropriate for measuring the creativity of a student. ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ് ആണോ, വാലറ്റ് കോക്കാൻ ടെസ്റ്റ് ആണോ, പാസ് അലോങ് ടെസ്റ്റ് ആണോ, ആൽഫ്രഡ് ബിനെറ്റ് ടെസ്റ്റ് ആണോ? ഇതിൽ എന്തായാലും നമുക്ക് ഇത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ആൽഫ്രഡ് ബിനെറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ഇന്റലിജൻസ് ആണ്. സോ അത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എന്നാലും നമ്മുടെ മുന്നിൽ 3 കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിരുന്നു അല്ലെ. അത് മനസ്സിലാക്കാൻ സാധിച്ചു. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വാലറ്റ് കോക്കാൻ ടെസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. Assertion: the deployment of 5G wireless technology is expected to create significant macroeconomic value, primarily by enabling the new business models and enhancing productivity across multiple industries. ഇതാണ് assertion ആയിട്ട് തന്നിരിക്കുന്നത്. And reason: 5G provides near real-time response and massive machine-type communications, which are essential for applications like remote robotic surgery, autonomous vehicles, and industrial automation. ഇതാണ് റീസൺ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് അറിയണമെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്നോളജി പോർഷൻസും ICT പോർഷൻസ് ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആൻഡ് റീസൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ R എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്.
ഇതും അപ്പൊ ഓക്കെയാണ്. കണ്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ NEP 2020 ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. NEP 2020 ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല. ഇപ്പൊ NEP-യിൽ നമുക്ക് സ്റ്റേജസ് പഠിക്കാനായിട്ടുണ്ട്. ആ ഓരോ 4 സ്റ്റേജസിന്റെയും വയസ്സും ക്ലാസ്സും അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. The national initiative by India's Ministry of Education to ensure all children achieve the foundational literacy and numeracy skills by the end of grade 3. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ FLN മിഷൻ ഒക്കെ ഉണ്ട്, നമ്മളെ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കാനായിട്ട്. പക്ഷെ അതല്ല ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നിപുൺ ഭാരത് മിഷൻ ആണ്. നിപുൺ ഭാരത് മിഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫറൻഷിയേറ്റ്സ് ദ സിൻക്രണസ് ആൻഡ് അസിൻക്രണസ് ലേണിംഗ് എൻവയോൺമെന്റ് ഇൻ ടേംസ് ഓഫ് പെഡഗോജിക്കൽ അഫോർഡൻസ്. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് അത്ര ഡിഫിക്കൽട്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താ? സിൻക്രണസ് ലേണിംഗ് എൻഹാൻസസ് ഇമ്മീഡിയസി ആൻഡ് സോഷ്യൽ പ്രസൻസ് വൈൽ അസിൻക്രണസ് ലേണിംഗ് സപ്പോർട്ട്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ലേണർ ഓട്ടോണമി. ഓപ്ഷൻ B ആയിരുന്നു ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ടേം ട്രയാങ്കുലേഷൻ റിസർച്ച് റെഫേഴ്സ് ടു. അപ്പൊ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം റിസർച്ചിൽ നമ്മൾ ടൈപ്സ് ഓഫ് റിസർച്ചും അതിന്റെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അങ്ങനെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കിപ്പോയതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിന്റെ ഒന്നും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ. ട്രയാങ്കുലേഷൻ, ദ ടേം ട്രയാങ്കുലേഷൻ ഇൻ റിസർച്ച് റെഫേഴ്സ് ടു. എന്താണ് ആൻസർ? കമ്പൈനിങ് മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഓർ ഡാറ്റ റിസോഴ്സസ് ടു വാലിഡേറ്റ് ഫൈൻഡിങ്സ്. ഓപ്ഷൻ A ആയിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് കണ്ടോ നമ്മുടെ NEP 2020ന്റെ വേറൊരു ക്വസ്റ്റൻ ആണ്. ഇവിടെയും അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആയിരുന്നു ആൻഡ് 4 ഓപ്ഷൻസും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ NEP 2020 ആയിട്ട് ബന്ധപ്പെട്ടത് അതും നമുക്ക് കുറച്ച് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എലിമിനേറ്റ്സ് ദ റിജിഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ആർട്സ്, സയൻസ് ആൻഡ് commerce streams at the secondary level and encourages a holistic multidisciplinary education. This reform is achieved in part by introducing the academic bank of credit system in higher education, which allows the students to earn and transfer the credit across various disciplines and institutions. ഇതായിരുന്നു ഇവിടെ റീസൺ ആയിട്ട് തന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വന്നത് ഓപ്ഷൻ B ആയിരുന്നു. അതായത് both A and R are true but R is not the correct explanation of A എന്നുള്ള B ആണ് വന്നത്. അപ്പൊ ഇതും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് NEP ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കാണിച്ചു തന്നെ. അത് ഞാൻ കാണിക്കാനുള്ളതിന്റെ കാരണം ഞാനിപ്പോ കാര്യങ്ങളൊന്നും നിങ്ങളെ പഠിപ്പിക്കാനല്ല ശ്രമിച്ചത്. ആ ക്വസ്റ്റ്യനിൽ വന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ വന്നൊരു ചേഞ്ച് ആണ്. ഞാൻ മെയിൻലി എന്റെ മൊഡ്യൂളാണ് എടുത്തത്. ആദ്യത്തെ ചേഞ്ച് ആണ്. ബാക്കിയും ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ അതെല്ലാം കൂടെ എടുക്കാതിരുന്നതാണ്. ഇതിപ്പോ ഞാൻ എന്റെ മൊഡ്യൂളത്തെ ഏകദേശം യൂണിറ്റ് 4, 5, 6 ആ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. ഇനി അതുമാത്രമല്ല കേട്ടോ, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്തും കറണ്ട് അഫയേഴ്സ് ഇപ്പൊ നിങ്ങൾ വിചാരിച്ച പോലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വിചാരിക്കുന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് അല്ല വന്നത്. കുറച്ചുകൂടെ ഒരു വേറെ ലെവൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. വേറെ ലെവൽ എന്ന് പറയില്ലേ, ക്വസ്റ്റ്യൻസ് വേറെ ലെവൽ ആണെന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ? നമ്മൾ ജൂണിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാം, അതായത് ജനറൽ പേപ്പറുടെ കേസാണ് ഞാൻ പറയുന്നത്. ആ ജനറൽ പേപ്പർ ക്രാക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അല്ലാതെ ഒരിക്കലും ആ മാസം എത്തട്ടെ എന്നിട്ട് പഠിക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, അത്ര പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്നതല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അതിന് ഉദാഹരണമാണ് ഞാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചത്. ഇത് മാത്രമല്ല, ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഒരുപാട് ഇപ്പൊ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജനറൽ പേപ്പർ പഠിച്ചെടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ സബ്ജക്ട് പേപ്പറും ജനറൽ പേപ്പറും രണ്ടിനും സെപ്പറേറ്റ് തന്നെ മാർക്ക് വേണം. അതുപോലെ തന്നെ അഗ്രിഗേറ്റും കൂടെ വേണം. അപ്പൊ അതുകൊണ്ട് ജനറൽ പേപ്പറിൽ നമുക്ക് മാർക്ക് നേടിയെടുക്കുക എന്നുള്ളത് അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്ക് നല്ലതാണ്. ഒരുപാട് ബേർഡൻ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുന്ന സെറ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനായിട്ട് നമ്മുടെ സി സിയിൽ ഇപ്പൊ സെറ്റിന്റെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോങ് ബാച്ചിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കേ. 400+ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. വീക്ക്ലി മോഡൽ എക്സാംസ് ഉണ്ട്. ഡെയിലി വർക്ക്ഔട്ട്സ് തരുന്നതായിരിക്കും. മെന്റർഷിപ്പ് ഉണ്ട്. നമ്മുടെ നമ്മുടെ CC-യിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഒരു മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ട്.
ദെൻ മോക്ക് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ PYQ ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ CCയിലെ സ്റ്റുഡൻസിന് ഒരുപാട് സഹായിച്ച കാര്യങ്ങളായിരുന്നു ഈ PYQ ഡിസ്കഷൻസും ഡെയിലി വർക്കൗട്ട്സും അതുപോലെ വീക്ക്ലി മോഡൽ എക്സാംസ് ഒക്കെ. കാരണം അവർ ഒരുപാട് പേര് എക്സാം കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം പാസ്സാവും എന്ന രീതിയിൽ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചപ്പോൾ അത്രയും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യുക, അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം, അതിനായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം. സോ എല്ലാവരും ചൂടോടുകൂടി തന്നെ ഇന്ന് തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിലോട്ടും കൂടെ കോൺടാക്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.